ഈ SIR പൂർത്തീകരിച്ച് നവംബർ 9 വരാൻ പോകുന്ന വോട്ടർ പട്ടികയുടെ കരട് രൂപത്തിൽ നിങ്ങളുടെ പേരുണ്ടാകില്ല എന്നുള്ള ഭയമോ ആശങ്കയോ നിലനിൽക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്കുക. ആദ്യം ചെയ്യേണ്ടത് ഈ SIRമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ മെസ്സേജുകൾ അല്ലെങ്കിൽ വാർത്തകൾ ഇത് ഏത് തന്നെയാണെങ്കിലും നിങ്ങൾ ആദ്യം അത് കാണാതിരിക്കുക എന്നുള്ളതാണ്. ഇലക്ഷൻ കമ്മീഷൻ ഔദ്യോഗികമായി പുറത്തുവിടുന്ന അല്ലെങ്കിൽ കളക്ടർമാർ അവരെ പോലുള്ളവർ പുറത്തുവിടുന്ന വാർത്തകൾ മാത്രം നമ്മൾ ഉൾക്കൊള്ളുക, അത് മാത്രം കേൾക്കുക. അതൊന്നുമല്ല എങ്കിൽ BLO, നമ്മുടെ മുമ്പിലേക്ക് വരുന്ന BLOമാർ അവർ പറയുന്നതെങ്കിലും കേൾക്കുക എന്നുള്ളതാണ്. കാരണം അവരൊക്കെയും അതിന്റെ ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. അല്ലാതെ ഇതൊന്നും അറിയാതെ കുറെ പേർ അവരുടേതായിട്ടുള്ള നിലയിൽ ഒരുപാട് ആശങ്ക പരത്തുന്ന, ഭീതി പടർത്തുന്ന വാർത്തകളാണ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് പൂരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടു തന്നെ പലരും പല രീതിയിൽ പറഞ്ഞിട്ട് ഇപ്പോൾ ആളുകളൊക്കെ പലരും എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. പൂരിപ്പിച്ചുമ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള കൺഫ്യൂഷൻ നിൽക്കുകയാണ്. അതായത് ബന്ധുവിന്റെ പേര് പൂരിപ്പിക്കുന്നിടത്ത് സ്വാഭാവികമായിട്ടും പിതാവിന്റെ ബന്ധു എന്ന് പറയുന്നത് പിതാവിന്റെ ബന്ധു സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ഭാര്യ എന്ന നിലയിൽ അമ്മയുടെ പേര് ചേർക്കും. എന്നാൽ അത് തെറ്റാണ് എന്ന് മറ്റൊരിടത്ത് വ്യക്തമായിട്ട് പറയുകയാണ്. പിതാവിന്റെ ബന്ധു എന്ന് പറയുന്നത് പിതാവിന്റെ പിതാവ് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പിതാവിന്റെ ഐഡന്റിറ്റി തെളിയിക്കാനുള്ള രേഖകളൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, അതൊക്കെ പഴയ കാലത്തുള്ളതാണെന്നൊക്കെ പറഞ്ഞ് വീണ്ടും ആളുകളെ എന്ത് ചെയ്യണമെന്നറിയാതെ ആശങ്ക പടർത്തുകയാണ്, കൺഫ്യൂഷൻ ആക്കുകയാണ്. എന്നാൽ ഇത് BLOയോട് ചോദിച്ചാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ. അതുപോലും ചോദിക്കാതെ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകളും ഓരോരുത്തരുടെ അഭിപ്രായം കേട്ടുകൊണ്ട് ഇത് എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ, പൂരിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പൂരിപ്പിക്കുന്നതും തെറ്റായിരിക്കും, നിങ്ങൾക്ക് അത് വരുന്നത് വരെ ടെൻഷനായിരിക്കും. ഇനി ചിലപ്പം നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ പേര് അതിനകത്ത് ഇല്ല എങ്കിൽ ചിലപ്പം ബോധം കെട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചു പോകുന്ന അവസ്ഥ പോലും ഉണ്ടായേക്കാം. അങ്ങനെ വന്നില്ല എങ്കിൽ, നിങ്ങളുടെ പേര് ആ കരട് ലിസ്റ്റിൽ ഇല്ല എങ്കിൽ പോലും നിങ്ങൾ ആശങ്കപ്പെടേണ്ട. അങ്ങനെയുള്ളവർക്ക് ഫോം 6 എന്ന് പറയുന്നത് അതിലേക്ക് ഉള്ള ഏറ്റവും വലിയ മാർഗമാണ് ഫോം 6 എന്ന് പറയുന്നത്. അതൊക്കെയും സൈറ്റിലുണ്ട്, ഓൺലൈനിൽ നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ്. വേണ്ട, നമുക്കൊരു അക്ഷയയിൽ ചെന്ന് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നമുക്ക് രേഖപ്പെടുത്തിക്കൊണ്ട്, നമ്മുടെ ഐഡന്റിറ്റി രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അടുത്ത ലിസ്റ്റിലേക്ക് വരാം. ഇത് ഈ 9 വരുന്ന കരട് ലിസ്റ്റോടുകൂടി തീരുന്നതല്ല, അതിന് ശേഷവും ഇതിന്റെ വലിയൊരു പ്രക്രിയ നടക്കുന്നുണ്ട്. ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ലിസ്റ്റ് അല്ല. ഇത് കേരള സർക്കാരുമായി, സംസ്ഥാന സർക്കാരുമായി ഇതിന് യാതൊരുവിധ ബന്ധവുമില്ലെന്ന് മനസ്സിലാക്കി. ഇത് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള വരാൻ പോകുന്ന നിയമസഭ, ലോക്സഭ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ളതാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഇത് വരാൻ പോകുന്ന നിയമസഭ, ലോക്സഭ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ളതാണ്. കേരളത്തിൽ നിയമസഭ ഇലക്ഷൻ നടക്കാൻ തന്നെ ഇനി മാസങ്ങളുണ്ട്. അപ്പോൾ വളരെ നേരത്തെയാണ് കേരളത്തിൽ ഇത് വന്നതെന്നുള്ളതാണ് നമ്മൾ ആദ്യം അങ്ങനെ ഇതിനെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. ഇനിയും നമുക്ക് സമയമുണ്ട്. ഏതെങ്കിലും തരത്തിൽ നമുക്ക് നമ്മുടെ ഐഡന്റിറ്റി തെളിയിക്കാനുള്ള രേഖകൾ സമർപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് കൃത്യമായിട്ട് ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം അത് തെളിയിക്കാനുള്ള രേഖകൾ അവർ തന്നെ അതിന് മാർഗങ്ങളും പറയുന്നുണ്ട്. അതിനൊക്കെയുള്ള വലിയ സാധ്യതകൾ മുന്നിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ ഇതിങ്ങോട്ട് വന്ന സമയത്ത് ഇതെന്തോ പൗരത്വം തെളിയിക്കാനുള്ള മാർഗമാണെന്നും അതുപോലെ തന്നെ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇല്ല എങ്കിൽ നമ്മൾ പുറത്താകുമെന്നും ഇനി ഇന്ത്യക്ക് പുറത്തു പോകണമെന്നും നമ്മൾ ഭയപ്പെട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് വരാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞു വരുത്തി കഴിഞ്ഞാൽ ഇത് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷം മാത്രമേ ചെയ്യുകയുള്ളൂ. പ്രത്യേകിച്ച് കേരളത്തെ പോലൊരു സംസ്ഥാനത്ത് ഇതൊക്കെ സംഭവിക്കും. ഇപ്പോൾ വടക്കേ ഇന്ത്യയിലൊക്കെ ഒരുപാട് പേർ ഈ ലിസ്റ്റിന് പുറത്തായി, അവർക്ക് വോട്ടില്ല, അവരെല്ലാം പൗരത്വം തെളിയിക്കാൻ കഴിയാത്തവരാണെന്നൊക്കെ പറയുന്നതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അതിൻ്റെതായിട്ടുള്ളൊരു മറ്റൊരു വശം കൂടി ഉണ്ടാകും. 11 രേഖകളാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. ആ 11 രേഖകൾ ഏതെങ്കിലും ഒന്ന് നമുക്ക് നൽകാൻ കഴിഞ്ഞാൽ പോലും ഈ ലിസ്റ്റിനകത്ത് വരാം എന്നുള്ളതാണ്. ആ 11 രേഖകളിൽ ഒരെണ്ണം പോലും നൽകാൻ കഴിഞ്ഞില്ല എങ്കിൽ, തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ തീർച്ചയായിട്ടും ഈ ഏതെങ്കിലും തരത്തിൽ ഈ നാട്ടിലേക്ക് വന്നു ചേർന്നിട്ടുള്ളവരായിരിക്കാം. അങ്ങനെയുള്ള അപൂർവം ചിലപ്പോൾ കേരളത്തിലും ഉണ്ടായേക്കാം. അവർക്കും തിരിച്ച് ഇതിലേക്ക് വരാനുള്ള മാർഗങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അല്ലാതെ അവരെ ഉൾപ്പെടെ എടുത്ത് പുറത്തേക്ക് കളഞ്ഞ് ഇവിടെ മറ്റെന്തെങ്കിലും സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നിടത്ത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത്. അതൊന്നും ഇവിടെ നടക്കുന്ന കാര്യമല്ല. തീർച്ചയായിട്ടും ഇതിന് മറ്റൊരു വശമുണ്ടെന്ന് പറയുന്നത് ഓരോ ഐഡന്റിറ്റി എല്ലാവർക്കും ഉണ്ടാകും എന്നുള്ളതാണ്. അതൊക്കെ കേന്ദ്ര സർക്കാരിന്റെ കൃത്യമായ അജണ്ട തന്നെയാണ്. അവർ വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ ഐഡന്റിറ്റി ഓരോരുത്തരെയും ഓരോ വിഭാഗമാക്കി മാറ്റുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ഇതൊന്നുമില്ലാത്തവർ, രേഖകളൊന്നുമില്ലാതെ ഇന്ത്യയിൽ ജീവിക്കുന്നവർ, അതിന് കേരളത്തിലാണെങ്കിൽ പോലും അവർ ഇനി മറ്റൊരു കാറ്റഗറിയിലേക്ക് മാറും എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ നിലനിൽക്കുന്ന ഒരു സംവിധാനം എല്ലാവർക്കും കൃത്യമായ ഐഡന്റിറ്റി നൽകാൻ കഴിയുന്ന ഒരു വ്യവസ്ഥയായി SIRനെ കാണുക എന്നുള്ളതാണ്.
അതിന് നമ്മൾ ആ രീതിയിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ഭയപ്പെടേണ്ട ഒന്നല്ല. പിന്നെ ഒരു ബഹുമാനപ്പെട്ട എംഎൽഎയുടെ അഭിപ്രായം കേട്ട് കഴിഞ്ഞാൽ ഇത് ഈ 23-ാം തീയതി ഇത് അവസാനിക്കാൻ പോവുകയാണ്, ആരും അറിയാതെ ഈ 23-ാം തീയതി ഇത് BLOമാര് കളക്ട് ചെയ്ത് കുറച്ചുപേരെ മനഃപൂർവ്വമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് കുറച്ചുപേരുടെ മാത്രം കളക്ട് ചെയ്തുകൊണ്ട് ഇത് വളരെ ദുരൂഹമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുകയാണെന്നൊക്കെ പറയുമ്പം സത്യം പറഞ്ഞ ഈ കഷ്ടപ്പെട്ട് ഉറക്കമില്ലാതെ ഈ അത്രയും യാതന സഹിക്കുന്ന BLOമാരെങ്കിലും നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. കാരണം അവരുടെ കഷ്ടപ്പാടെങ്കിലും നമ്മളൊന്ന് ഓർക്കണം. ഈ പെരിന്തൽമണ്ണ MLA നജീബ് അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഒന്നല്ല, അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്നാണ് ഓരോ ബൂത്തിലും ഏതാണ്ട് 200ഓളം പേർ പുറത്താകും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആശങ്ക. സത്യത്തിൽ നമ്മുടെ കേരളത്തിൽ ഇത് നടക്കുമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? 200ഓളം പേർ ഓരോ ബൂത്തിൽ നിന്നും പുറത്തായി കഴിഞ്ഞാൽ എത്രായിരം പേരാണ് കേരളത്തിൽ ഇനി വോട്ടില്ലാതാകാൻ പോകുന്നത്? അദ്ദേഹം പറയുന്ന പ്രകാരം നോക്കുകയാണെങ്കിൽ ഈ 23-ാം തീയതി ഒക്ടോബർ 23-ാം തീയതിയോടുകൂടി ഇത് പൂർത്തീകരിച്ചില്ല എങ്കിൽ ഈ തിരിച്ച് നമുക്ക് കിട്ടിയിരിക്കുന്ന SIR ഫോം അത് കൊടുത്തില്ല എങ്കിൽ അതിന്റെ പേരിൽ കുറെ പേർ പുറത്താകും എന്നുള്ളതാണ്. ഇത് വളരെ കൃത്യമായിട്ട് പലരുടെയും കയ്യിൽ നിന്ന് മനഃപൂർവ്വം വാങ്ങിക്കാതെ ഇത് പൂർത്തീകരിക്കാനുള്ള ഒരു പദ്ധതി ഇതിന്റെ ഇടയിൽ നടക്കുന്നു എന്ന് പോലും അദ്ദേഹം സംശയിക്കുന്നുണ്ട്. അങ്ങനെ പല സംശയങ്ങളാണ് അദ്ദേഹം സമൂഹത്തിലേക്ക് കൊടുത്തിട്ടുള്ളത്. ആ സംശയങ്ങളിലൊക്കെയും നമ്മൾ കൃത്യമായിട്ടും ജാഗ്രതയോടുകൂടി അത് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. അത്തരം സംശയങ്ങളൊക്കെ ഒരു BLOയോട് ചോദിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. നമുക്ക് 2002-ലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നമ്മുടെ പേരില്ല എന്ന് കരുതി നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ ബന്ധുത്വം അല്ലെങ്കിൽ നമ്മുടെ ഐഡന്റിറ്റി തെളിയിക്കാനുള്ള മാർഗങ്ങൾ അവിടെ ഉണ്ട്. ആ മാർഗത്തിലൂടെ മാത്രമേ ഇത് പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ. ഇനി ആ മാർഗത്തിലൂടെ കഴിഞ്ഞില്ലെങ്കിൽ പോലും 11 രേഖകളാണ്. ആ രേഖകളിൽ ഏതെങ്കിലും ഒന്ന് തന്നെ നമുക്ക് ഇതിലേക്ക് വരാനുള്ള മാർഗമാണ്. അതൊന്നും ഇല്ലാത്തവരാണ് ഇവിടെ ഉള്ളവർ. അങ്ങനെ ഇല്ലാത്തവരാണെങ്കിൽ ആശങ്കപ്പെടേണ്ടതുണ്ട്. എന്നാൽ അവർ ഈ ലിസ്റ്റിലേക്ക് വരാനായിട്ട് ഈ ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന മാർഗങ്ങളുണ്ട്. ആ മാർഗം സ്വീകരിച്ചാൽ അവർക്കും ഇതിനകത്ത് വരാം എന്നുള്ളതാണ്. അല്ലാതെ ഇതിപ്പോൾ ചെയ്തില്ല എങ്കിൽ അല്ലെങ്കിൽ ഇതിപ്പോൾ ചെയ്യുന്നത് പിന്നെ ഈ അടുത്ത തലമുറ വളരെ ഭയാശങ്കയോടുകൂടി ഇവിടെ ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ഇതിനെ കൊണ്ടുപോകും എന്നുള്ളതൊക്കെ സമൂഹത്തിലേക്ക് പറഞ്ഞു വരുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അടുത്ത തലമുറ എന്ന് പറയുന്നത് ഇന്നത്തെ തലമുറയുടെ മക്കൾ എന്നുള്ളതല്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പം അവർക്ക് കൃത്യമായിട്ട് എൻ്റെ പിതാക്കന്മാർ അല്ലെങ്കിൽ എൻ്റെ മാതാവും എൻ്റെ പിതാവും എൻ്റെ ബന്ധുക്കളും ഒക്കെ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് തെളിയിക്കാനുള്ള മാർഗമാണ് ഇന്ന് ഈ 2025-ൽ ഈ ഒക്ടോബർ മാസം നടന്നുകൊണ്ടിരിക്കുന്നത്. നവംബറോടുകൂടി അത് പൂർത്തിയാക്കുമെങ്കിൽ നമുക്കത് വളരെ വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയുന്നില്ലേ? അങ്ങനെ ചിന്തിച്ചാൽ പോരെ. അല്ലാതെ ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള ഇലക്ഷന് വോട്ട് ചെയ്യാനുള്ള മാർഗമൊന്നുമില്ല. വരാൻ പോകുന്ന നിയമസഭ ലോക്സഭ ഇലക്ഷന് വേണ്ടി ഉള്ള ഒരു വോട്ടർ പട്ടികയായിട്ട് വളരെ നേരത്തെ തന്നെ നമ്മുടെ കയ്യിലേക്ക് കിട്ടിയെന്ന് മാത്രം കരുതുക. അങ്ങനെ നമുക്കിത് പൂർത്തീകരിച്ചുകൊണ്ടെങ്കിലും അല്ലാതെ ഇത് പൗരത്വ ഭേദഗതി ബില്ലിന് പകരമായിട്ട് വന്നതോ അല്ലെങ്കിൽ എന്റെ പൗരത്വം നഷ്ടപ്പെടുമെന്നൊക്കെയുള്ള ആശങ്കകളല്ല ഇവിടെ വേണ്ടത്. ഇത് കൃത്യമായി നമുക്കൊക്കെയും ഐഡന്റിറ്റി ഉണ്ടാക്കാൻ ഒരിക്കൽ കൂടിയുള്ള ഒരു മാർഗമായി SIRനെ കാണുക എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു ദിശയിൽ കണ്ടുകൊണ്ട് ഇതിനെ പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. അല്ലാതുള്ള ആശങ്കകൾക്ക് ഇപ്പോൾ ആ ഒരു ആശങ്കകളിലേക്കല്ല പോകേണ്ടത്. ഇത് കൃത്യമായിട്ട് പൂരിപ്പിച്ച് എത്രയും വേഗം BLOമാരെ സഹായിച്ച് അതിവേഗം ഈ ഒരു പ്രക്രിയ പൂർത്തീകരിക്കുക എന്നുള്ളത് മാത്രം ചിന്തിക്കുക. അല്ലാതെ ഇതിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന തെറ്റായ വാർത്തകൾ കണ്ടും ഇതിന്റെ തെറ്റായ മെസ്സേജുകൾ കണ്ടും വെറുതെ ആശങ്കപ്പെട്ട് ഭയപ്പെട്ടുകൊണ്ടിരിക്കേണ്ടതല്ല ഈ സമയം.